നമസ്കാരം. ഇന്ന് 2026 ജനുവരി 6 ചൊവ്വാഴ്ചയാണ്. ധനു 22 24ന്റെ എല്ലാ പ്രേക്ഷകർക്കും വാർത്താ വിഭാഗത്തിലേക്ക് സ്വാഗതം. ന്യൂസ് ബ്രേക്സിൽ വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം തുടർന്ന് ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു യുവാവ് കൂടി കൊല്ലപ്പെട്ടു. 45-കാരനായ റാണ പ്രതാപിനെ ഇന്നലെ ജഷോർ ജില്ലയിലെ അരുവ ഗ്രാമത്തിലാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. സംഭവത്തെ തുടർന്ന് ഗ്രാമത്തിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. 3 ആഴ്ചയ്ക്കിടയിൽ ബംഗ്ലാദേശിൽ കൊല്ലപ്പെടുന്ന 5-ാമത്തെയാളാണ് റാണ പ്രതാപ്. ആൾക്കൂട്ടം കൊലപ്പെടുത്തിയ ദീപു ചന്ദ്രദാസ്, അമൃത് മൊണ്ടാൽ, ഖോക്കൺ ചന്ദ്ര, വെടിവെച്ച സഹപ്രവർത്തകൻ കൊലപ്പെടുത്തിയ വിജേന്ദ്ര ബിശ്വാസ് എന്നിവരാണ് നേരത്തെ കൊല ചെയ്യപ്പെട്ടത്. വെനസ്വേലയുടെ ചുമതല ആത്യന്തികമായി തനിക്ക് തന്നെയാണെന്നും അടുത്ത 30 ദിവസത്തേക്ക് വെനസ്വേലയിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്താനാകില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഡെൻമാർക്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലൻഡ് അമേരിക്കയ്ക്ക് വേണമെന്നും ട്രംപ് പറഞ്ഞു. ഗ്രീൻലൻഡിനെ വെനസ്വേലയുമായി താരതമ്യപ്പെടുത്താനാകില്ലെന്നും ഗ്രീൻലൻഡ് ജനാധിപത്യ രാജ്യമാണെന്നും പ്രധാനമന്ത്രി ജെൻസ് ഫ്രെഡറിക് നീൽസൺ വ്യക്തമാക്കി. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യക്കെതിരെ കൂടുതൽ ഇറക്കുമതി ചുങ്കം ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണി. മയക്കുമരുന്ന് മാഫിയയെ തുരത്താൻ തയ്യാറായില്ലെങ്കിൽ മെക്സിക്കോയ്ക്കും കൊളംബിയയ്ക്കുമെതിരെ ശക്തമായ നീക്കമുണ്ടാകുമെന്നും ട്രംപ്. അതിനിടെ അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് ഇടക്കാല വെനസ്വേലൻ പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് വ്യക്തമാക്കി. രാജ്യങ്ങളുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ മാനിക്കണമെന്ന UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് താൻ നിരപരാധിയാണെന്നും ലഹരിക്കടത്തുമായി യാതൊരു ബന്ധവുമില്ലെന്നും നിക്കോളാസ് മഡൂറോ വ്യക്തമാക്കി. മാൻഹാട്ടൻ കോടതി കേസ് മാർച്ച് 17 വീണ്ടും പരിഗണിക്കും. ജൂലിയൻ അസാഞ്ചിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ബാരി പൊള്ളാക്കാണ് മദൂറോയ്ക്കായി ഹാജരായത്. ഇനി ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24ന്റെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രദേശും, കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷും, കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനും, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും പ്രേക്ഷകർക്കൊപ്പം ചേരും. ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ MG പ്രദേശുണ്ട്. പ്രതീഷ്, വെരി ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ഇപ്പോൾ സജീവമാണ്. പലതരത്തിലുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയെങ്കിലും പ്രഖ്യാപിക്കാനുള്ള ഒരു ത്വരിത നീക്കത്തിലാണല്ലോ മുന്നണികൾ. ഒപ്പം തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില നീക്കങ്ങൾ. ഗൈഡ് വയർ കുരുങ്ങിയ സംഭവത്തിൽ സുമയ്യ ഇന്ന് കോടതിയിലേക്ക് പോകുന്നു. ഇതുൾപ്പെടെ ഇന്ന് തെക്കൻ കേരളത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സജീവ ചർച്ചകളിലാണ് മുന്നണികൾ. ഒരു മുഴം മുന്നേ ഇറങ്ങാനാണ് എല്ലാ മുന്നണികളും ആഗ്രഹിക്കുന്നതും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ മുന്നണികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കോൺഗ്രസ് UDF ഈ വരും ദിവസങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിലേക്ക് കടക്കാനാണ് തീരുമാനം. ലീഗിൻ്റെയും RSPയുടെയും മറ്റ് ഘടകകക്ഷി നേതാക്കളുമായി വരും ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്തും. മുസ്ലിം ലീഗ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യങ്ങളിലടക്കം കോൺഗ്രസിന്റെ ഇടപാട് ഒപ്പം കോൺഗ്രസിന്റെ സമവായമടക്കം വളരെ നിർണായകമാകും. ഈ വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. കാരണം 100-ലധികം സീറ്റുകൾ ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടുമെന്നതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിൽ തിരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കോൺഗ്രസും UDFും കടക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണ്ണക്കൊള്ളയാണ്. സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി ഇന്നലെ SIT അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ സമയവും അന്വേഷണ സംഘത്തിന് അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ നിന്ന് പോയ സ്വർണം കണ്ടെടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഇനി SITക്ക് മുന്നിലുള്ളത്. നേരത്തെ ഗോവർദ്ധന്റെ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്ത സ്വർണം ശബരിമലയിലെ സ്വർണമാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിലടക്കം ശാസ്ത്രീയ പരിശോധനാ ഫലം ഏറെ നിർണായകമാകും. അടുത്തയാഴ്ചയോട് കൂടി തന്നെ ഇതിന്റെ ഫലം SITക്ക് ലഭിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തും. നേരത്തെ ഈ KP ശങ്കരദാസ് സമർപ്പിച്ച ഹർജി കോടതി തള്ളിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ശങ്കരദാസിലേക്കും കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. മറ്റൊന്ന് 24 തന്നെ പുറത്തുവിട്ട ഈ സുമയ്യയുടെ വാർത്തയാണ്. ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ സംഭവത്തിൽ സുമയ്യ ഇന്ന് കോടതിയിൽ അപ്പീൽ ഹർജി നൽകും. പ്രധാനമായും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് സുമയ്യ ജില്ലാ കോടതിയെ സമീപിക്കുന്നത്. 1 കോടി രൂപ നഷ്ടപരിഹാരം തനിക്ക് വേണമെന്നായിരിക്കും പരാതിയായി സുമയ്യ കോടതിയെ അറിയിക്കുന്നത്. ആരോഗ്യ വകുപ്പിനെയും ഒപ്പം
ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറെയും പ്രതി ചേർത്ത് ഉള്ള നടപടി വേണം എന്നതായിരിക്കും ഈ പരാതിയിലൂടെ ആവശ്യപ്പെടുന്നത്. നേരത്തെ ഈ ഗൈഡ് വെയർ പുറത്തെടുക്കാനുള്ള നീക്കമൊക്കെ തന്നെ ആരോഗ്യവകുപ്പ് നടത്തിയെങ്കിലും അത് ഫലം കണ്ടിരുന്നില്ല. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നതാണ് സുമയ്യ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിൽ വലിയ വാർത്താ സമ്പന്നമായ ഒരു ദിവസം കൂടിയാണ് ക്രിസ്റ്റീന ഇന്ന് തെക്കൻ കേരളത്തിൽ. MG പ്രതീഷാണ് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. നേരത്തെ സമാന പരാതിയിൽ കേസെടുക്കുകയും പിന്നീട് ജില്ലാ കോടതി കർശന ഉപാധികളോടെ ജാമ്യം നൽകുകയും ചെയ്തിരുന്നു. ഈ ഉപാധികളിൽ ലംഘനമുണ്ടായി, തന്നെ വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതിക്കാരി വീണ്ടും സൈബർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. വസ്തുതകൾ മാത്രമാണ് യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞതെന്നും ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടില്ലെന്നും രാഹുൽ ഈശ്വർ ഹർജിയിൽ പറയുന്നു. ഇനി നമ്മൾ പോകുന്നത് മധ്യകേരളത്തിൽ നിന്നുള്ള പ്രധാന വാർത്താ അപ്ഡേറ്റുകളിലേക്കാണ്. അവിടെ നിതിൻ അംബുജനുണ്ട് പ്രേക്ഷകർക്കൊപ്പം. നിതിൻ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ നിന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പറഞ്ഞു. SITയുടെ ഇനിയുള്ള നീക്കം എന്തായിരിക്കും? ഒപ്പം തന്നെ ഈ പത്മകുമാർ, ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യ ഹർജി ഹൈക്കോടതിയിലുണ്ട്. മറ്റൊന്ന് ഈ ഹരിപ്പാട്ടെ ഡയാലിസിസ് മരണവുമായി ബന്ധപ്പെട്ട് മരിച്ച മജീദിന്റെ കുടുംബം മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി നൽകും എന്ന വാർത്തയും വരുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. മധ്യകേരളത്തിലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് ഇന്ന് ഏറ്റവും പ്രധാനമായി വരാനിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ഇന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെയും അതോടൊപ്പം തന്നെ ബെല്ലാരിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെയും ജാമ്യ ഹർജി പരിഗണിക്കുകയാണ്. ഈ ജാമ്യ ഹർജിയിൽ SITയോട് ഇന്ന് കോടതി നിലപാട് തേടും. അതോടൊപ്പം തന്നെ A. ബദ്രുദ്ദീന്റെ ബെഞ്ചാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. മുൻപ്, അതായത് കഴിഞ്ഞ തവണ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ഈ അന്വേഷണം മന്ദഗതിയിലാകുമ്പോൾ എങ്ങനെ ജാമ്യം നൽകാനാകുമെന്ന ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് SITയുടെ നിലപാട് നിർണായകമാകും. മാത്രമല്ല, ഈ കേസ് അന്വേഷണത്തിൽ നിലവിൽ ഇപ്പോൾ SITയുടെ അന്വേഷണത്തിന്റെ വേഗത എത്രത്തോളം ഉണ്ടെന്ന കാര്യങ്ങളൊക്കെ തന്നെ ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ അത്തരം പരാമർശങ്ങളൊക്കെ വലിയ ഒരു വാർത്തയായിരുന്നു. സ്വാഭാവികമായിട്ടും ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഹൈക്കോടതിയുടെ നിലപാടും ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ചും SIT ഹൈക്കോടതിയുടെ നിലപാട് തേടും. അതുകൊണ്ട് തന്നെ ഇന്ന് SITയുടെ നിലപാടും ഏറെക്കുറെ പ്രധാനമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ, അതോടൊപ്പം തന്നെ ബെല്ലാരിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരുവർക്കും ഇന്ന് നിർണായകമാണ്. മറ്റൊന്ന് ഹരിപ്പാട്ട് താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഏറെ പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ചും ഈ ഡയാലിസിസിന് ശേഷം 2 രോഗികൾ മരിച്ച സംഭവത്തിൽ ഇപ്പോൾ ഈ കായംകുളം സ്വദേശിയായ രാമചന്ദ്രന്റെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. DMO അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ ഡയാലിസിസ് എത്തിയ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ വൃത്തിഹീനമായ സാഹചര്യം മൂലമാണ് രോഗികൾക്ക് അണുബാധയേറ്റതെന്നാണ് ഈ കുടുംബത്തിന്റെ ആരോപണം. സ്വാഭാവികമായിട്ടും ആ ആരോപണത്തിൽ നിലവിൽ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് ഇപ്പോൾ ഇതിനും തന്നെ പുതിയ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് അയച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിലടക്കം ഇന്നൊരു നിലപാട് സ്വീകരിക്കും. MLA രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ ആശുപത്രിയിൽ ഒരു യോഗം ചേരും. മരണപ്പെട്ടവരുടെ കുടുംബങ്ങളും അതോടൊപ്പം തന്നെ ആശുപത്രി അധികൃതരും ഈ യോഗത്തിൽ പങ്കെടുക്കും. സ്വാഭാവികമായിട്ടും തുടർന്നുള്ള ഈ അന്വേഷണം എപ്രകാരമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കുടുംബം എന്ത് നിലപാട് സ്വീകരിക്കും എന്ന കാര്യമൊക്കെ തന്നെ ഇന്നത്തെ ഈ യോഗത്തിന് ശേഷം വ്യക്തമാകും. ക്രിസ്റ്റീന, കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയായിരുന്നു നിതിൻ അംബുജൻ. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലെ കോടതി അലക്ഷ്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ സർക്കാരിന് വേണ്ടി നേരിട്ട് ഹാജരാകും. കേസിലെ പ്രതികളായ INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ, മുൻ MD KM രതീഷ് എന്നിവർക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി സർക്കാർ നൽകാത്തതാണ് ഹർജിക്ക് കാരണം. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ കോടതി അതിരൂക്ഷ വിമർശനം സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നു. നമ്മൾ പോകുന്നത് മലബാറിലേക്കാണ്. അവിടെ നിഖിൽ പ്രമേശ് ഉണ്ട്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഇന്നലെ ഒരാൾ കൂടി മരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പ് ഇന്നലെ കോഴിക്കോട് മരിച്ച സച്ചിദാനന്ദന്റെ വീട്ടിലെ കിണർ വെള്ളം പരിശോധനയ്ക്ക് അയക്കും. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ എന്തൊക്കെയാണ്? മറ്റെന്തെല്ലാം വാർത്തകൾ നമുക്ക് മലബാർ മേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കാം? കൃഷ്ണ, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് പ്രധാനമായും ഇന്നലെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരാൾ മരിച്ചിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണം സ്ഥിരീകരിച്ചത്. ഇദ്ദേഹം ഛർദി ബാധിച്ചതിനെ തുടർന്നാണ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. ഒരാഴ്ച മുൻപായിരുന്നു. പിന്നീട് ഈ രോഗലക്ഷണങ്ങളൊക്കെ, അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ രോഗലക്ഷണങ്ങളൊക്കെ പ്രകടമാക്കുകയും തുടർന്ന് ഇന്നലെ മരിക്കുകയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കിണറിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഇത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുകയാണ് ആരോഗ്യവകുപ്പ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ്
ജില്ലയിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നേരത്തെ തുടർച്ചയായ ദിവസങ്ങളിൽ ഇങ്ങനെ മരണമുണ്ടായ പശ്ചാത്തലത്തിൽ വലിയ ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നെങ്കിലും പിന്നീട് ഒരു പരിധി വരെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടത് ഇത് ഒരു വരുതിയിലാക്കാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ആരോഗ്യവകുപ്പ്. ഇതടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്ന് നമ്മൾ മലബാറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഇനി പുറത്തു വരാനുണ്ട്. കൃഷിന ശരി, നിഖിൽ പ്രമേശാണ് മലബാർ മേഖലയിൽ നിന്നുള്ള വാർത്തകളുടെ വിശദാംശങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം UDF-ന് ബൂമറാങ് ആകുമെന്ന് മന്ത്രി വി രാജേഷ്. LDF-ഉം UDF-ഉം ചേർന്ന് ശബരിമലയെ കൊള്ളയടിച്ചെന്ന് BJP നേതാവ് PS ശ്രീധരൻപിള്ള. കേരളത്തിൽ UDF അനുകൂല ട്രെൻഡെന്ന് മുസ്ലിം ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ രണ്ടത്താണി. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സ്പെഷ്യൽ എൻകൗണ്ടർ ആരംഭിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളം നിറഞ്ഞോ എന്നായിരുന്നു 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിന്റെ വിഷയം. സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന LDF-ന് മൂന്നാം ഊഴം ഉറപ്പെന്ന് മന്ത്രി MP രാജേഷ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF ഇപ്പോൾ പാരഡി ഗാനം പാടാത്തത് കോൺഗ്രസിന്റെ പങ്ക് വ്യക്തമാകുന്നതുകൊണ്ടാണെന്നും MP രാജേഷ്. ഇപ്പോൾ കോൺഗ്രസിന്റെ പങ്ക് കൂടുതൽ വ്യക്തമായിട്ട് വരികയാണ്. ഇനി ആരിലേക്കെല്ലാം എത്തുമെന്ന നിലയിൽ ഉള്ള ആധിയാണ് കോൺഗ്രസിനെയും UDF-നെയും ഒക്കെ നയിക്കുന്നത്. സ്വർണ്ണപ്പാളി എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും UDF-നെയും തിരിഞ്ഞു കുത്താൻ പോകുന്ന ബൂമറാങ്ങാണ്. ഞങ്ങളതിന് കാത്തിരിക്കുന്നു. നിങ്ങൾ ചർച്ച ചെയ്യൂ, നമുക്ക് കാണാം. നരേന്ദ്രമോദി നയിക്കുന്ന യാത്രാ സംഘത്തോടൊപ്പം എത്തിച്ചേരാൻ കേരളം തയ്യാറായി കഴിഞ്ഞെന്ന് BJP നേതാവും മുൻ ഗവർണറുമായ PS ശ്രീധരൻപിള്ള. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ദേവാലയത്തെ നശിപ്പിക്കാനാണ് കേരള സർക്കാർ ശ്രമിച്ചത്. ശബരിമലയെ കൊള്ളയടിക്കുന്നതിൽ LDF-ഉം UDF-ഉം ഒരുപോലെ കുറ്റക്കാരെന്നും PS ശ്രീധരൻപിള്ള. ശബരിമല എന്നും കൊള്ളയടിക്കുന്നതിൽ ഈ രണ്ടുപേരും ഒരേപോലെ കുറ്റക്കാരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ കാര്യത്തിൽ സമർപ്പിതമായ സമീപനമുള്ളവർ, ആ സമർപ്പിത ജീവിതമുള്ളവർ, അതുകൊണ്ട് ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇഷ്യൂ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. LDF-ഉം BJP-യും തമ്മിൽ അന്തർധാരയുണ്ടെന്നായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ആരോപണം. കേരളത്തിൽ UDF-ന് അനുകൂലമായ ട്രെൻഡുണ്ട്. സംസ്ഥാനത്തെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖല തകർന്നടിഞ്ഞെന്നും ഈ BJP-യും CPM-ഉം തമ്മിലുള്ള ഈ ഒരു ഇന്നറായിട്ടുള്ള ഒരു അന്തർധാരയുണ്ടോ എന്ന് കേരളം സംശയിക്കുന്നിടത്തേക്ക് കേരളം മാറുകയാണ്. പുറത്ത് ഇതുപോലെയുള്ള ചർച്ചകളിലൊക്കെ അവരത് പറയും. പക്ഷെ അവിടേക്കാണ് കേരളം പോകുന്നത്. ഏറ്റവും വലിയൊരു നേട്ടം ഞങ്ങൾ കാണുന്നത് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആ വിജയം ഞങ്ങൾ വലിയ പ്രതീക്ഷയായി കാണുകയാണ്. തുടക്കത്തിൽ സ്പെഷ്യൽ എൻകൗണ്ടറിനെ 3 നേതാക്കളും അഭിനന്ദിച്ചു. ശ്രീ SKN, ഞാൻ അങ്ങയെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ടെലിവിഷൻ ചർച്ചകളെല്ലാം പോർവിളിയുടെ ഇടങ്ങളായിട്ട് മാറുമ്പോൾ വസ്തുതകൾ അറിയാനും ജനങ്ങളെ അറിയിക്കാനും ഉതകുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഷോ ആരംഭിച്ചത് നമ്മുടെ ടെലിവിഷൻ സംവാദത്തിൽ തന്നെ ഒരു വഴിത്തിരിവായി മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന് എൻ്റെ പ്രിയ സുഹൃത്തായ താങ്കൾ ഇറങ്ങിപ്പുറപ്പെട്ട് നന്നായി. ഞാൻ താങ്കളെ ഹാർദമായി അനുമോദിക്കുന്നു. തിരഞ്ഞെടുപ്പിന് മുമ്പായി ഒരു തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെയുള്ളൊരു മാധ്യമ ചർച്ചയ്ക്ക് വഴിയൊരുക്കി അങ്ങേ അഭിനന്ദിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് 24. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര സാധ്യത തള്ളാതെ BJP നേതാവും മുൻ ഗോവ ഗവർണറുമായ PS ശ്രീധരൻപിള്ള മുഴുവൻ സമയ അഭിഭാഷകനാകുമോ സ്ഥാനാർത്ഥിയാകുമോ എന്ന് വൈകാതെ അറിയാമെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. മത്സരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഭാവിയെ സംബന്ധിച്ച് ഇപ്പോൾ ഗവർണർ സ്ഥാനം കഴിഞ്ഞു വന്നു. എൻ്റെ മുമ്പിൽ 2-3 ഓപ്ഷൻസ് ഉണ്ട്. അതിലേത് ഓപ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചിട്ടില്ല. കുറഞ്ഞ 1-2 ആഴ്ചക്കുള്ളിൽ ഞാനത് തീരുമാനിക്കും. ഞാൻ ഒരിക്കലും ഇന്ന് വരെ അധികാരം എൻ്റെ പാർട്ടിയിൽ നിന്ന്, എൻ്റെ പ്രസ്ഥാനത്തിൽ നിന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, ചോദിക്കുകയുമില്ല. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു. സന്നിധാനത്ത് ഇന്നലെ ദർശനം നടത്തിയത് 1,04,970 പേരാണ്. എന്നാൽ മകരവിളക്കിനോടനുബന്ധിച്ച് തിരക്കിനെയും വർദ്ധിക്കാൻ സാധ്യത. തിരക്ക് കൂടുന്ന സാഹചര്യത്തിൽ പമ്പയിലും നിലയ്ക്കലിലും കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത്. മകരവിളക്കിനോടനുബന്ധിച്ച് അവസാനഘട്ട ഒരുക്കങ്ങളും ശബരിമലയിൽ പൂർത്തിയായിട്ടുണ്ട്. ശബരിമല ഡ്യൂട്ടിക്കിടെ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ജയനാണ് മരിച്ചത്. സന്നിധാനത്തെ ഡ്യൂട്ടിക്കിടെ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. സന്നിധാനത്തെ ആശുപത്രിയിൽ നിന്ന് പമ്പയിലേക്ക് കൊണ്ടുപോയിരുന്നു. ആരോഗ്യനില വഷളായതോടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനൊരുങ്ങുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റും.
ഇനി കായിക വാർത്തകൾ. വനിതാ പ്രീമിയർ ലീഗ് 4ാം സീസണിന് ഇനി 3 നാൾ. കഴിഞ്ഞ 3 സീസണിലും കൈവെള്ളയിൽ നിന്ന് വഴുതിപ്പോയ കിരീടം ഇത്തവണയെങ്കിലും നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഡൽഹി ക്യാപിറ്റൽസ്. അനിൽ വാസുദേവ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ കാണാം. വനിതാ പ്രീമിയർ ലീഗിലെ ഏറ്റവും കൺസിസ്റ്റന്റ് ടീം. പക്ഷേ കപ്പ് നേടാൻ മാത്രം യോഗമില്ല. 3 സീസണിലും ഫൈനലിലെത്തി. എന്നാൽ 3ലും കണ്ണീരോടെ തല താഴ്ത്തി മടങ്ങുകയായിരുന്നു. ഇത്തവണ തലപ്പത്തടക്കം വമ്പൻ അഴിച്ചുപണികളോടെ കപ്പടിക്കാൻ രണ്ടും കൽപ്പിച്ചാണ് ഡൽഹിക്കാർ എത്തുന്നത്. 3 സീസണിലും ഫൈനലിലേക്ക് നയിച്ച ക്യാപ്റ്റൻ മെഗ് ലാനിങ്ങിനെ ഒഴിവാക്കിയതാണ് ടീമിലെ ഏറ്റവും വലിയ മാറ്റം. പകരം ഇന്ത്യൻ താരം ജമീമ റോഡ്രിഗ്സിനെ ടീമിനെ നയിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചു. ജമീമയ്ക്കൊപ്പം വെടിക്കെട്ട് ഓപ്പണർ ഷഫാലി വർമ്മ, ഓസ്ട്രേലിയൻ താരം അനബെല്ല സദർലാൻഡ്, ദക്ഷിണാഫ്രിക്കയുടെ മരിസാനെ കാപ്പ്, ഇന്ത്യൻ യുവതാരം നിക്കി പ്രസാദ് എന്നിവരെയാണ് ഡൽഹി നിലനിർത്തിയത്. മെഗ്ലാനിങ്ങിന് ഒത്ത പകരക്കാരിയായ ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ലോറ വോൾവാർഡിനെ ടീമിലെത്തിച്ചിട്ടുണ്ട്. ഷഫാലി ലോറ ഓപ്പണിംഗ് ജോഡി എതിർ ടീമുകൾക്ക് കനത്ത ഭീഷണിയാകും. ഒപ്പം ഒറ്റയ്ക്ക് മത്സരം മാറ്റിമറിക്കാൻ പോകുന്ന ഓൾറൗണ്ടർമാരുടെ നീണ്ട നിര കാണാം ഡൽഹി ടീമിൽ. മലയാളി താരം മിന്നുമണി, സ്നേഹറാണ, ശ്രീചരണി, ഓസ്ട്രേലിയയുടെ അലാന കിങ് തുടങ്ങി സ്പിൻ ഡിപ്പാർട്ട്മെന്റിലും ആവോളം ആയുധങ്ങളുണ്ട് ആവനാഴിയിൽ. ഇന്ത്യൻ പേസേഴ്സിന്റെ കുറവാണ് ടീമിന്റെ പ്രധാന പോരായ്മകളിലൊന്ന്. അതിനെല്ലാം അപ്പുറം പടിക്കൽ കലമുടക്കുന്ന പതിവ് മറികടക്കാൻ മാനസികമായും തയ്യാറെടുക്കേണ്ടതുണ്ട് ഡൽഹി ക്യാപിറ്റൽസിന്. OTP SMS വഴിയുള്ള ഓൺലൈൻ കാർഡ് ഇടപാടുകൾ നിർത്തലാക്കി UAE സെൻട്രൽ ബാങ്ക്. നാളെ മുതൽ ബാങ്ക് ആപ്ലിക്കേഷനുകളിലൂടെ മാത്രമാകും ഇത്തരം ഇടപാടുകൾ നടത്താൻ കഴിയുക. സൈബർ സുരക്ഷ വർദ്ധിപ്പിക്കാനും തട്ടിപ്പ് തടയാനുമാണ് പുതിയ തീരുമാനം. SMS-ലൂടെ ലഭിക്കുന്ന OTP കൊണ്ട് ഇനി മുതൽ ഓൺലൈൻ കാർഡ് ഇടപാടുകൾ നടത്താനാകില്ല. ഇതിനു പകരമായി ബാങ്കിന്റെ ആപ്ലിക്കേഷൻ വഴിയോ വെബ്സൈറ്റ് വഴിയോ ഇടപാടുകൾ നടത്താം. ഡിജിറ്റൽ ഇടപാടുകളുടെ സുരക്ഷയ്ക്കായി OTP മൊബൈലിലേക്ക് SMS ആയി അയക്കുകയായിരുന്നു വർഷങ്ങളായുള്ള രീതി. എന്നാൽ OTP ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ വർദ്ധിച്ചതോടെയാണ് ഈ പതിവിന് മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. സിം സ്വാപ്പിംഗ് തുടങ്ങിയ തട്ടിപ്പുകൾ തടയാൻ ഈ മാറ്റം സഹായകരമാകും. ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ ഫേസ് ID ഉപയോഗിച്ച് കൂടുതൽ സുരക്ഷിതമായി പണമിടപാടുകൾ നടത്താം. 2025 മുതൽ ഘട്ടം ഘട്ടമായി ഈ മാറ്റം നടപ്പിലാക്കിയിരുന്നു. നിലവിലുള്ള ബാങ്കിംഗ് ആപ്പുകൾ ഉപഭോക്താക്കൾ അപ്ഡേറ്റ് ചെയ്യണം. OTP SMS ഉപയോഗിച്ച് തന്നെ ഇടപാടുകൾ നടത്തേണ്ടവർക്ക് പ്രത്യേകമായി ബാങ്കിൽ അപേക്ഷ നൽകാം. എന്നാൽ ഈ ഇടപാടുകളുടെ പൂർണ്ണ ഉത്തരവാദിത്വം അക്കൗണ്ട് ഉടമയ്ക്കായിരിക്കും. തട്ടിപ്പുകളിൽ പരാതി അറിയിക്കാനും നിയന്ത്രണമുണ്ടാകും. 24 ദുബായ്. അവധിക്കാലം അവസാനിച്ചതോടെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കനത്ത തിരക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ 3,20,000-ത്തിലധികം യാത്രക്കാരാണ് വിമാനത്താവളത്തിലെത്തിയത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. 3,24,000 പേരാണ് ശനിയാഴ്ച ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്തത്. ഇന്നലെ യാത്ര ചെയ്തതാകട്ടെ 3,22,000-ത്തിലധികം പേരും. പുതുവത്സരാഘോഷത്തിനായി എത്തിയവർ മടങ്ങുന്നതും വിവിധ രാജ്യങ്ങളിലേക്ക് പോയവർ തിരികെ എത്തുന്നതുമാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണം. അടുത്ത 5 ദിവസത്തിൽ 2 ലക്ഷത്തിലധികം പേർ ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുമെന്നാണ് കരുതുന്നത്. തിരക്ക് മൂലം യാത്രക്കാർ കുടുങ്ങാതിരിക്കാൻ എയർപോർട്ട് അതോറിറ്റി വിവിധ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. യാത്രയ്ക്ക് 4 മണിക്കൂർ മുൻപ് എയർപോർട്ടിലെത്തിയാൽ തിരക്കൊഴിവാക്കാം. എമിറേറ്റ് സിറ്റി ചെക്ക് ഇൻ, ഹോം ചെക്ക് ഇൻ സൗകര്യങ്ങൾ കൂടുതലായി ഉപയോഗപ്പെടുത്താനും നിർദ്ദേശമുണ്ട്. തിരക്ക് കൂടിയാലും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു. 24 ദുബായ്. കുവൈത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം 39,487 പ്രവാസികളെ നാടുകടത്തി. നാടുകടത്തിയവരിൽ കൂടുതലും ലഹരി ഉപയോഗിച്ചവരും വിപണനം നടത്തിയവരുമാണ്. നിയമലംഘകർക്കെതിരെ കർശന നടപടി തുടരുമെന്ന് കുവൈത്ത് ഭരണകൂടം അറിയിച്ചു. കഴിഞ്ഞ വർഷം കുവൈറ്റിൽ നിന്ന് 39,487 പ്രവാസികളെ നാടുകടത്തി.
സുരക്ഷാ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങളാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്. മയക്കുമരുന്ന് ഉപയോഗം, സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുടെ വിപണനം, രാജ്യത്തെ നിലവിലുള്ള നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ലംഘനം, പൊതുതാൽപര്യത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ഭൂരിഭാഗം പേരെയും നാടുകടത്തിയത്. രാജ്യത്ത് സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിനായി പൊതുക്രമത്തിന് ഭീഷണിയാകുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുന്നതിനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കർശനമായ നയത്തിന്റെ ഭാഗമായാണ് ഈ നടപടി. നാടുകടത്തപ്പെട്ടവരിൽ ചിലർ തങ്ങളുടെ കുടുംബത്തോടൊപ്പമാണ് കുവൈറ്റിൽ താമസിച്ചിരുന്നത്. നാടുകടത്തപ്പെട്ട വ്യക്തിയുടെ സ്പോൺസർഷിപ്പിലായിരുന്നു കുടുംബാംഗങ്ങളുടെ താമസമെങ്കിൽ സ്പോൺസർ പുറത്താകുന്നതോടെ കുടുംബാംഗങ്ങൾക്കും രാജ്യം വിടേണ്ടി വന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. ഓരോ കുടുംബത്തിന്റെയും വിസ സ്റ്റാറ്റസ് പരിശോധിച്ചാണ് ഇത്തരം സന്ദർഭങ്ങളിൽ തീരുമാനമെടുത്തത്. നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് നാടുകടത്തൽ ഉത്തരവുകൾ നടപ്പിലാക്കിയത്. രാജ്യത്തെ വിവിധ സുരക്ഷാ വകുപ്പുകൾ ഏകോപിപ്പിച്ച് നടത്തിയ പരിശോധനകളിലൂടെയാണ് നിയമലംഘകരെ കണ്ടെത്തിയത്. ഇത്തരത്തിലുള്ള സുരക്ഷാ ക്യാമ്പയിനുകൾ വരും ദിവസങ്ങളിലും തുടരുമെന്നും താമസ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ജലിൻ ട്രിപ്രയാർ, 24 കുവൈറ്റ്. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ആലസ്യത്തിന് ശേഷം ഓസ്ട്രേലിയയിലെ രാഷ്ട്രീയ രംഗം വീണ്ടും ചൂടുപിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. രാഷ്ട്രീയ ചർച്ചകളിൽ കുടിയേറ്റത്തെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾക്ക് വാർത്താപ്രാധാന്യവും ലഭിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്ന് ലിജ ചാക്കോ ചേരുന്നു. ഓസ്ട്രേലിയയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ലിബറൽ പാർട്ടി കുടിയേറ്റ നിരക്ക് കുറയ്ക്കണമെന്ന ക്യാമ്പയിൻ പൂർവാധികം ശക്തമാക്കുന്നു. അതിനിടയിൽ പാർട്ടിയിലെ പല പ്രമുഖ നേതാക്കളും സ്വന്തം നിലയ്ക്ക് ഈ വാദത്തിന് പരമാവധി പ്രചാരണം നൽകുന്നുണ്ട്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നിന്നുള്ള എംപിയായ ആൻഡ്രൂ ഹേസ്റ്റി $260,000 ഈ ക്യാമ്പയിന് വേണ്ടി സ്വരൂപിച്ചിട്ടുണ്ട്. അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ ശക്തമായ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ രാജ്യത്ത് നിന്ന് പുറത്താക്കുക, രാജ്യത്തേക്കുള്ള കുടിയേറ്റ നിരക്ക് കുറയ്ക്കുക എന്നീ 2 പ്രധാന ആവശ്യങ്ങളിൽ ഊന്നിയാണ് പ്രചരണം നടക്കുന്നത്. പ്രതിപക്ഷ സഖ്യം തങ്ങളുടെ നവീകരിച്ച വിദേശ കുടിയേറ്റ നയം ക്രിസ്മസിന് മുൻപ് പ്രസിദ്ധീകരിക്കാനിരുന്നതാണ്. എന്നാൽ ബോണ്ടായി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അത് മാറ്റിവെച്ചിരിക്കുകയാണ്. രാജ്യത്തേക്കുള്ള വിസ ആപ്ലിക്കേഷൻ സ്ക്രീനിംഗ് മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനവും സൂക്ഷ്മവും ആക്കുക, വിസ ക്യാൻസൽ ചെയ്യാൻ ഗവൺമെന്റിന് കൂടുതൽ അധികാരം നൽകുക എന്നീ ആവശ്യങ്ങൾ പ്രതിപക്ഷ സഖ്യത്തിന്റെ കുടിയേറ്റ നയത്തിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. മറ്റൊരു രാജ്യത്തു നിന്ന് പൗരത്വമുള്ള ആളുകൾ ഓസ്ട്രേലിയയിൽ പൗരത്വം നേടിയതിനു ശേഷം വംശീയ വിദേശത്തിന് ഉൾപ്പെട്ടാൽ ഉടൻ തന്നെ ഓസ്ട്രേലിയൻ പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരം ഗവൺമെന്റിന് നൽകണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. എന്നാൽ കുടിയേറ്റം പോലെയുള്ള വിഷയങ്ങളിൽ കൂടുതൽ പക്വമായ ചർച്ച വേണമെന്ന നിലപാടിലാണ് ഭരണകക്ഷിയിലെ മന്ത്രിയായ റെബേക്ക വൈറ്റ്. ഇപ്പോൾ നടക്കുന്ന സോഷ്യൽ മീഡിയയിലെ കുടിയേറ്റ വിരുദ്ധ പ്രചരണം പ്രതിപക്ഷ കക്ഷികൾക്കുള്ളിൽ നേതൃത്വ സ്ഥാനത്തിനു വേണ്ടിയുള്ള വടംവലിയുടെ ഭാഗമാണെന്നുള്ള ആരോപണവും മന്ത്രി ഉന്നയിച്ചു. എന്തായാലും കുടിയേറ്റത്തെ സംബന്ധിച്ച് ചൂടേറിയ രാഷ്ട്രീയ പ്രതിവാദങ്ങൾക്ക് 2024 സാക്ഷ്യം വഹിക്കുമെന്നതിൽ തർക്കമില്ല. ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും പഠനത്തിനും ജോലിക്കുമായി ഓസ്ട്രേലിയയ്ക്ക് വിമാനം കയറാൻ കാത്തിരിക്കുന്നവരുടെ സ്വപ്നങ്ങളെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ ആശങ്കകളുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി ലിജ ചാക്കോ. ഇനി ദേശീയ വാർത്തകളുമായി ബൽറാം നെടുങ്ങാട് ഡൽഹിയിൽ നിന്ന് പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. ഒപ്പം തന്നെ ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നുവെന്ന വാർത്ത വരുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ഇപ്പോൾ കുറേ ദിവസങ്ങളായി ബൽറാം ആണെങ്കിലും വിനീതയാണെങ്കിലും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ജാക്കറ്റൊക്കെ ധരിച്ചിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് അവിടുത്തെ തണുപ്പൊക്കെ? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഉത്തരേന്ത്യയിൽ ശക്തമായ അതിശൈത്യം തുടരുകയാണ്. അതേസമയം ഡൽഹിയിലെ മൂടൽമഞ്ഞ് അതിന് കുറവുണ്ടായിരിക്കുന്നു കഴിഞ്ഞ 3 ദിവസങ്ങളായി എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു സാഹചര്യം എന്നുള്ളത്. ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണത്തിനും കുറവുണ്ടായിരിക്കുന്നു. ഈ അതിശൈത്യത്തെ തുടർന്നുണ്ടായ താപനില മാറ്റമാണ് കാറ്റിനും തുടർന്ന് ഡൽഹിയിലെ ഈ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലെ മലിനീകരണം ഒഴിയാനും കാരണമാകിയിരിക്കുന്നത്. അതേസമയം മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം ശക്തമായ തണുപ്പ് തുടരുകയാണ്. 7 സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾക്ക് ഇന്ന് വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൂടൽമഞ്ഞ് ഉത്തർപ്രദേശിലും ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തുടരുകയാണ്. അത് വ്യോമ റെയിൽ ഗതാഗതത്തെ ഉൾപ്പെടെ ബാധിക്കുന്ന സാഹചര്യമുണ്ട്. ഇതോടൊപ്പം തന്നെ ഇന്ന് സുപ്രീം കോടതി നിർണായകമായ SIR കേസുകൾ വീണ്ടും പരിഗണിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. ബീഹാറിലെ SIR നടപടികൾക്കെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജികൾ, ഒപ്പം തന്നെ അതിനുശേഷം സുപ്രീം കോടതിക്ക് മുന്നിലെത്തിയ ഹർജികൾ എന്നിവയാണ് കോടതി പരിഗണിക്കുന്നത്. പ്രധാനമായും SIRന്റെ ഭരണഘടനാ സാധുതയാണ് സുപ്രീം കോടതിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹർജികൾ
വിവിധ വ്യക്തികളുടെ ഹർജികൾ എന്നിവ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിന്റെ SIRമായി ബന്ധപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജി ഈ മാസം 15-നാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു സാഹചര്യം എന്നുള്ളത് പശ്ചിമ ബംഗാളിലെ SIR നടപടികൾ മനുഷ്യത്വരഹിതമാണ് എന്നും പല ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഉൾപ്പെടെ തഴയപ്പെടുന്നു എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ന് സുപ്രീം കോടതിയിൽ ഹർജി നൽകും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഹർജിയും ഇന്ന് സുപ്രീം കോടതിക്ക് മുന്നിൽ എത്തും എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ശക്തമായ വിമർശനവുമായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്ത് വന്നിരുന്നു. SIR മനുഷ്യത്വരഹിതമായ നടപടിയാണ് എന്നും ഈ SIR നടപടികൾ കൊണ്ട് സംസ്ഥാനത്ത് നിരവധി പേർ ജീവനൊടുക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മമത ഉന്നയിച്ചിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് താൻ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മമത പ്രഖ്യാപിച്ചത്. ക്രിസ്റ്റീന, പ്രധാനപ്പെട്ട ദേശീയ വാർത്തകളുമായി ചേരുകയായിരുന്നു ബൽറാം നെടുങ്ങാടി. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. എറണാകുളം തൃക്കാക്കരയിൽ കാറിന് തീപിടിച്ചു. അഭിലാഷ് എന്നയാളുടെ കാറാണ് കത്തിയത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. വിവരങ്ങളുമായി വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിപിൻ, ഗുഡ് മോർണിംഗ്. എപ്പോഴായിരുന്നു ഈ സംഭവം? ഈ തീപിടുത്തത്തിനുള്ള കാരണം അറിവായിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് സമീപത്ത് വെച്ചാണ് ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷം കാറിന് തീ പിടിച്ചത്. അഭിലാഷ് എന്നയാളുടെ കാറിനാണ് പെട്ടെന്ന് തീ പിടിച്ചത്. ഇവർ ഇടുക്കിയിൽ നിന്ന് സുഹൃത്തുക്കൾക്കൊപ്പം തിരിച്ചു വരികയായിരുന്നു. അങ്ങനെ തിരിച്ചു വരുന്നതിനിടയിൽ ഈ കാർ ഒന്ന് ഹീറ്റാവുകയും കുറച്ചു സമയം ഇവർ നിർത്തിയിടുകയും ചെയ്തു. അതിനുശേഷം യാത്ര തുടർന്ന് ഈ തൃക്കാക്കരയിൽ എത്തിയ സമയത്താണ് പെട്ടെന്ന് ബോണറ്റിൽ നിന്ന് പുക ഉയരുകയും ഈ പുക കണ്ടതിനെ തുടർന്ന് തന്നെ കാറിനുള്ളിൽ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ പുറത്തേക്ക് ഇറങ്ങി നിന്നു. ഉടൻ തന്നെ ഇത് തീ പിടിക്കുകയായിരുന്നു. ആ തീ തൊട്ടടുത്തുള്ള കാട്ടിലേക്കും പടർന്നു. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഈ കാട്ടിലേക്ക് കൂടി തീ പടർന്നോടുകൂടി തന്നെ ഒരു തീപിടുത്തം എന്നുള്ള നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോയി. ഒപ്പം അവിടെ ഉണ്ടായിരുന്ന വൈദ്യുതി ലൈനുകളെല്ലാം തന്നെ ഈ തീയുടെ ചൂടേറ്റ് അത് ഉരുകിയ ഒരു അവസ്ഥയിലായി. അതോടുകൂടി തന്നെ അവിടുത്തെ വൈദ്യുതി ബന്ധം കുറച്ച് സമയത്തേക്ക് താറുമാറാവുകയും ചെയ്തു. ഇതിനൊരു കാരണം വ്യക്തമായിട്ടില്ല. കാറിന്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് പുക ഉയരുകയും അത് തീപിടുത്തത്തിലേക്ക് മാറുകയുമായിരുന്നു. മറ്റാർക്കും തന്നെ പരിക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ക്രിസ്റ്റീന, വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ആഭിചാരത്തിനും ദുർമന്ത്രവാദത്തിനുമെതിരായ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ച നടപടികൾ കോടതിയെ അറിയിക്കും. കേരള യുക്തിവാദി സംഘമാണ് ഹർജി നൽകിയിട്ടുള്ളത്. പാലക്കാട് കൈമുറിച്ചു മാറ്റിയ കുട്ടിക്ക് ചികിത്സാ സഹായം നൽകുന്നതിൽ പ്രതിപക്ഷ നേതാവും ആരോഗ്യവകുപ്പും തമ്മിൽ തർക്കം. വി.ഡി. സതീശൻ സഹായം പ്രഖ്യാപിച്ചതിനു പിന്നാലെ വിഷയത്തിൽ ആരോഗ്യവകുപ്പ് ഇടപെട്ടതാണ് തർക്കത്തിന് പിന്നിൽ. കൃത്രിമ കൈ വെച്ചുപിടിപ്പിക്കാൻ ബാലനിധി ഫണ്ട് വഴി പണം ലഭ്യമാക്കാൻ മന്ത്രി ഉത്തരവിട്ടു. ഇതിനു പിന്നാലെ വീണ്ടും വിശദീകരണവുമായി പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് രംഗത്തെത്തി. 9 വയസ്സുകാരിയുടെ ആരോഗ്യ പരിശോധനകൾ പൂർത്തിയായി. കൃത്രിമ കൈക്കുള്ള അളവെടുപ്പ് നടന്നെന്നും പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് അറിയിച്ചു. വിഷയത്തിൽ ആദ്യം അനങ്ങാതിരുന്ന ആരോഗ്യവകുപ്പ് പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടലിനെ തുടർന്ന് ചികിത്സാ സഹായം പ്രഖ്യാപിച്ചുവെന്നാണ് ആക്ഷേപം. ന്യൂസ് ബ്രേക്സിന്റെ സമയം ഇതോടെ പൂർണ്ണമാവുകയാണ്.